അതായത് ഇവിടേക്ക് പോലീസ് സംഘം DYSP മുരളിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇവിടേക്ക് എത്തുന്നു. അതായത് ഈ പാലക്കാട് ജില്ലയിൽ തന്നെ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമേ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുൻപ് രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കാൻ ആണ് താങ്കൾ പോകുന്നതെന്ന് അറിയുമായിരുന്നുള്ളൂ. ഒന്ന് DYSP ആയിട്ടുള്ള മുരളി, പിന്നീട് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് പാലക്കാട് SP. അവർ ഈ 2002 എന്ന് പറയുന്ന ഈ മുറിയിലേക്ക് DYSPയുടെ നേതൃത്വത്തിലേക്കുള്ള സംഘം എത്തുന്നു. അവിടേക്ക് എത്തി. അവർ ഇവിടേക്ക് എത്തുന്നത് തന്നെ വളരെ പ്ലാൻഡ് ആയിട്ടാണ്. അടിയിലുള്ള റിസപ്ഷനിലുള്ള ജീവനക്കാരുടെ ഫോണുകൾ പിടിച്ചു വാങ്ങുന്നു. അതിനുശേഷം ആണ് അവർ ഇവിടേക്ക് എത്തുന്നത്. ഒരു തരത്തിലും രാഹുലിന് വിവരം പോകരുതെന്ന നിർബന്ധം പോലീസിനുണ്ടായിരുന്നു. പ്രത്യേക സംഘം രാഹുലിനെ രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇവിടേക്ക് എത്തുകയും രാഹുലിനെ തങ്ങൾ കസ്റ്റഡിയിലെടുക്കാൻ വന്നതാണെന്ന് പറയുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ രാഹുൽ ഇതിന് വഴങ്ങിയില്ല. അങ്ങനെ വഴങ്ങാതെ നിൽക്കുമ്പോൾ ഒരു കയ്യാങ്കളിക്ക് മുതിരരുത്, ബലപ്രയോഗത്തിന് നിൽക്കരുത്, നിങ്ങളൊരു MLA ആണ്, സഹകരിക്കണമെന്നുള്ളത് DYSP ആവശ്യപ്പെടുകയും അങ്ങനെ രാഹുൽ അതിനെ സഹകരിച്ച് പിന്നീട് ഈ കേസിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി രാഹുലിനെ ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്യുന്നത്.